ഈശോ മിശിഹായക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ഫലം എനിക്ക് മാത്രമുള്ളതാണ് എന്നൊരു ചിന്ത നമുക്കുള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനോ നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനോ നാം തയ്യാറാകാത്തത്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ആ ധനവാൻ നരകത്തിനർഹനായി തീർന്നത് അവൻ ഒരുപാട് പാപങ്ങൾ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവന് ചെയ്യുവാൻ സാധിക്കുന്ന നന്മ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4:17 നാം വായിക്കുന്നു, ചെയ്യേണ്ട നന്മ എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കുവാനാണ് എന്നൊരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എഫേഷ്യൻസ് 2:10 പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ആയതിനാൽ പ്രിയ സഹോദരരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ അനുഗ്രഹം വർദ്ധിക്കുന്നത് എന്ന സത്യം നാം ഒരിക്കലും മറന്നുപോകരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3:27 ദൈവം നമ്മോട് പറയുന്നു, നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് സ്വീകരിക്കുവാൻ ലഭിക്കുവാൻ അർഹതയുള്ളവന് നീ നിഷേധിക്കരുത്. എബ്രായർക്കെഴുതിയ ലേഖനം 13:16 നാം വായിക്കുന്നു, നന്മ ചെയ്യുന്നതിലും നിനക്കുള്ളവ പങ്കുവെക്കുന്നതിലും നീ വിമുഖത കാണിക്കരുത്. അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. കാരണം അപ്പോസ്തല പ്രവർത്തനം 10:38 യേശുനാഥനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. ക്രിസ്തുവിനെ പോലെ സ്വാർത്ഥരാകാതെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമുക്കുള്ളവ എന്തു തന്നെയായിരുന്നാലും അത് പങ്കുവെക്കുവാൻ നാം മനസ്സ് വെക്കുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരുന്നത് എന്നൊരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഗലേഷ്യൻസ് 6:9 പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. ആയതിനാൽ പ്രിയ സഹോദരരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവം നൽകിയതാണ് എന്ന ബോധ്യത്തോടുകൂടി ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നവ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.